പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. ഹായ് ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് സബാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സബാൻ. പാണ്ടിക്കരിമ്പാറ പറഞ്ഞു നമ്മുടെ ചേച്ചി ഓസ്ട്രേലിയൻ, നമ്മുടെ സ്വന്തം ചേച്ചി ഓസ്ട്രേലിയൻ സിസ്റ്റർ ഓസ് മലയാളി ടോക്സ് എന്ന ചാനൽ അകത്താണ്. ഇവള് സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിച്ചു. അവളെ പറ്റി ആവശ്യമില്ലാത്ത എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ജിയോളയും പാണ്ടിച്ചിയും വന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെല്ലാം കേട്ടല്ലേ ഗൈസ്? അപ്പോൾ ആ ചാനൽ പൂട്ടിയ ചാനലാണോ ഈ കാണുന്നത്? എൻ്റെ ടി വിയിൽ കാണുന്നത് ഈ ചാനലിൽ തന്നെ അല്ലേ? അവരെ പൂട്ടിച്ചെന്ന് പറഞ്ഞ ചാനല നോക്കൂ, അതാ ലൈവ് നടക്കും. സത്യമേവ ചെയ്തേ. താങ്ക് യു. ലെറ്റ്സ് ഡാൻസ് ടു ദ റിതം ഓഫ് ചെന്നൈ. നിങ്ങൾക്ക് കേൾക്കാം, ലൈവായിട്ട് കേൾക്കാം. ഞാനും സബാനും പോയത് എന്തായാലും നീ തന്നെ വേണ്ടി വന്ന് ലൈവിൽ പറഞ്ഞ് ഞാൻ ഒരു 50,000 പ്രാവശ്യം കേൾപ്പിച്ചത്. നല്ല സുഖം കിട്ടിയതൊക്കെ ഞാനാണ് പറഞ്ഞേ. ഇവരൊക്കെ വിചാരിക്കുന്നത് പോലെ ഇവരൊക്കെ ജയിലെന്ന് പറഞ്ഞ കെട്ടിയോട് പോയി കടന്നിട്ടുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്. നിന്റെ കെട്ടിയോള് ചാനലില് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി സിംഗപ്പൂരിൽ പോയി കിടന്നു പറഞ്ഞത്, അതായത് നീ പറഞ്ഞ സ്ഥലം കരാഗ്രഹത്തിൽ പോയി കിടന്നു പറഞ്ഞത് അവിടെ തന്നെയാണ്. നീ അവരോട് ചോദിച്ചു. ഓസൊന്നും വന്ന് ഒരു നുണയും പറഞ്ഞതല്ല. മാസങ്ങളോളം അവിടെ കിടന്നു അനുഭവിച്ചു എന്ന് വേണ്ടായിരുന്നു വെച്ച് നോക്കി. പഞ്ചാതികളെ കാണിച്ചപ്പോ തന്നെ എനിക്കിട്ടുള്ള അടിയാണല്ലോ ഓ സിസ്റ്ററിൽ അടിയത്. നടക്കട്ട് പറ 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 അവള് പറഞ്ഞ കാര്യങ്ങളല്ലേ, പറ കേക്കട്ടെ. അല്ല, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓ സിസ്റ്ററിനെതിരെ അല്ല, പാണ്ടിക്കരിമ്പാറയും മറ്റു പല യൂട്യൂബേഴ്സും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞതിന് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം ഒരു വീഡിയോയിൽ എന്ത് പറയണം, എന്ത് പറയണ്ട എന്നുള്ളത്. നിന്നെപ്പോലെയൊന്നും ഓക്കെ, എനിവേ, അപ്പൊ നമ്മള് കണ്ടല്ലോ, ഇതാണ് സംഭവം. അപ്പൊ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ സിസ്റ്ററിന്റെ ചാനൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ് ഞങ്ങൾ സ്ട്രൈക്ക് കൊടുത്താണ്, നിങ്ങൾ ഞങ്ങളുടെ ഗർഭമാണ്, അത് ഇത് ഞങ്ങളുടെ ഗർഭം, മറ്റേത് ഞങ്ങളുടെ ഗർഭമാണ് എന്നൊക്കെ ഓരോ ടീമുകൾ, ജിയോള ടീംസും അതിന്റെ പാൻറ്റീസ് എല്ലാവരും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ചേച്ചി എനിക്ക് സുഖം കിട്ടിയ കാര്യമൊക്കെ പറയുന്നു. ഇതൊരു എന്താ കിട്ടിക്കാണ് ഒരു എന്നോട്ട് പൊട്ടിട്ട് ഒക്കെ ഇതിനെല്ലാം ആവട്ടെ ചേച്ചി, അറിയില്ല. അപ്പോ ഓ സിസ്റ്ററിന്റെ ചാനൽ 4 ദിവസം ഇല്ലായിരുന്നു. എവിടെ പോയി ചേച്ചി നിങ്ങള്? അപ്പൊ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറിത്താത്തയുടെ മകൻ, തന്തയില്ലാത്ത ഒരു കുട്ടിയാണ് തെറിത്താത്തയുടെ മകൻ. ഏതോ ഒരു ബംഗാളിക്ക് പിറന്ന, ബംഗാളിയാണെന്ന് പറയുന്നു. സ്വയം പ്രഖ്യാപിച്ചു അവരൊരു തീവ്രവാദി തന്നെയാണെന്ന്. അതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഒരു തീവ്രവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആരാ? നമ്മുടെ തെറിത്താത്ത. അവരുടെ മകൻ ഹാക്കറായോ? ഹാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നീ പഠിച്ചോടെ ഇറക്കാ? ഈ ചേച്ചിയുടെ ചാനൽ നീ ഹാക്ക് ചെയ്തോടാ? മനസ്സിലായോ? നീ ഒന്ന് പോയി നിന്റെ അച്ഛൻ തന്നെയാണ്, നിന്റെ അച്ഛനുള്ള ഒരു DNA ടെസ്റ്റ് നടത്തി നോക്കണം. മാറി പോയി നിന്റെ അമ്മയ്ക്ക് കുറച്ച് കഞ്ഞി മേടിച്ചു കൊടുക്കണം ചെറ്റേ. എന്നിട്ട് നീ എന്റെ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ നീ താങ്ങില്ലടാ തെരി. മനസ്സിലായോ നിനക്ക്? അജോ ചേച്ചി നമ്മൾ കണ്ടിന്യൂസ് വാച്ചിങ് ആണ്. ഓക്കെ, നമ്മളിവിടെ TV കാണുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോ എല്ലാരും മനസ്സിലാക്കി കാണുമല്ലോ, എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയൻ സിസ്റ്ററിന്റെ ചാനൽ ഒരു 3-4 ദിവസം വരാതിരുന്നതെന്ന്. ഓക്കെ, എനിവേ, ഇവര് ചെയ്യുന്ന ഈ ഒരു എന്തുവാ ചാരിറ്റിയുടെ മറവിൽ ഇവർ ചെയ്യുന്ന തട്ടിപ്പുകൾ ഓരോന്നായി പുറത്ത് ഓ സിസ്റ്റർ കൊണ്ടുവന്ന് തുടങ്ങിയപ്പോൾ ഓ സിസ്റ്ററിനോട് ഇവർക്ക് വൈരാഗ്യമായി തുടങ്ങി. മനസ്സിലായ? ആ വൈരാഗ്യം എങ്ങനെയും ഇവരുടെ ചാനൽ ഇല്ലാതാക്കണം. ഈ കഥകളൊക്കെ പുറത്തിറങ്ങിയാൽ ഇവർക്ക് പ്രശ്നമല്ലേ? പിന്നെ പൈസ കിട്ടത്തില്ലല്ലോ, ആൾക്കാർ കൊടുക്കത്തില്ലോ, ഒരു രൂപ കൊടുക്കുമാരിലും. ഈ സത്യങ്ങൾ ചേച്ചിയുടെ വായിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പൊ അത് എല്ലാരും ഓ സിസ്റ്ററിനെ ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത് എന്നെക്കാട്ടും മൂത്തയാണോ എന്ന് എനിക്കറിയില്ല. സെയിം ഏജ് ആയിരിക്കും. എനിവേ സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. കീപ് ഗോയിങ്. വീഡിയോസ് തെരുത്താത്തയുടെ ഒക്കെ എല്ലാ ചാരിറ്റിയുടെ എല്ലാ തെളിവുകളും ചേച്ചിയുടെ ഉള്ള തെളിവുകൾ എല്ലാം എടുത്ത് പുറത്തിടുക. ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഓക്കെ,
ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഹൈപ്പ് ചെയ്ത് കാണുക. ആ കമൻറ്റ് ബോക്സ് ഇങ്ങോട്ട് ലൈക്ക് അടിച്ച് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സ് സ്ലൈഡ് ചെയ്ത് മാറ്റുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അതിൽ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ റെക്കമെൻഡിൽ കയറിപ്പോ. ഓക്കെ, ബൈ.